ഇത് മനഃപൂർവ്വമുണ്ടാക്കിയ അപകടം തന്നെ. അധികാരികളിൽ നിന്ന് മനഃപൂർവ്വമുണ്ടായ അപകടമാണെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇത് അധികാരികളുടെ പിടിപ്പുകേടാണ്. അതുപോലെ ആ ഡ്രെയിനേജ് ഫുൾ അടവാണ്. വെള്ളം പോണില്ല. ഇത് കാണുന്ന മണ്ണല്ല, ആ മണ്ണിന്റെ അടിയിൽ ടൈൽ വിരിച്ചിട്ടുണ്ട്, പേവിംഗ് ടൈലുണ്ട് അതിന്റെ അടിയിൽ. നിങ്ങൾ അപ്പൊ അതുവരെ ഒന്ന് വരുമോ? ഒരു വലിയൊരു ഗർത്തം കാണിച്ചു തരാം ഞാന്. കൽവർട്ടിന്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോണത്. ആ കൽവർട്ട് ഇപ്പൊ താഴും. ഒന്ന് അതുവരെ ഒന്ന് ഇപ്പൊ കാണിച്ചു തരാം ആ കൽവർട്ടിന്റെ അവസ്ഥ. അതായത് ഒരു 10 അടി വീതിയിലാണ്, അത്രയും വലിയ ഇതാണ്. എന്നിട്ട് ആ കൽവർട്ടിന്റെ അടിയത്തെ മണ്ണ് പോയി. വാട്ടർ ലൈൻ രണ്ടും കാണുന്നുണ്ട്, അതിപ്പോ പൊട്ടും ആ വാട്ടർ ലൈന്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 2 വർഷത്തിലേറെ ഞങ്ങൾ ഈ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ 24 ആൾക്കാരാ, 24 മണിക്കൂർ ഈ നാട്ടിലുള്ള ആൾക്കാർ ഞങ്ങൾ കണ്ടു ചടച്ചു. ഇവിടെ ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവം അറിയുള്ളൂ. ഇന്നലെ രാവിലെ വേറൊരു ലോറി അവിടെ കറങ്ങി വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു ചാനലിലോ ഒരു വീഡിയോയിലോ വരാത്ത വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങൾ എത്ര ഞങ്ങൾ കൊണ്ടുപോകുന്നു. കാറുകൾ സിംഗിളായി കറങ്ങി പോണ കാറുകൾ എത്ര ഉണ്ട്. ഈ റോഡിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. എല്ലാം റോഡിനെ പറ്റി അറിയുന്ന ആൾക്കാർ വരുമ്പോൾ കറക്റ്റായിട്ട് സ്വാഭാവികമായിട്ട് കെയർഫുൾ ആയിട്ട് വരും. അറിയാത്ത ആൾക്കാർ ഒരു ഇതിൽ വരുമ്പോൾ അവർക്ക് ഈ റോഡിനെ പറ്റി നാടിനെ പറ്റി അറിയില്ല. അവരാണ് മിക്കവാറും ആൾക്കാർ അങ്ങനെ ആക്സിഡന്റിൽ പെടുന്നത്. അവരാണ് പെടുന്നത്. ഇവിടെ അതായത് ഒരു 10-50 കിലോമീറ്റർ ദൂരത്ത് വരുന്ന ആൾക്കാർക്ക് പനയമ്പാടത്തിനെ പറ്റിയിട്ടും ഈ ഏരിയനെ പറ്റി ആൾക്കാർക്ക് അറിയുന്ന കാരണം അവർ കെയർഫുൾ ആയിട്ട് വരും. അറിയാത്ത ആൾക്കാരാണ് മിക്കവാറും ഈ അപകടത്തിൽപ്പെടുന്നത്. ഇത് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾ ഓരോ ആൾക്കാരെ കൈ പോയതും കാല് പോയതും വിരലൊടിഞ്ഞതും കൈ ഒടിഞ്ഞായിട്ട് ചെയ്തു പോയിട്ട് ഞങ്ങൾ എടുത്തെടുത്ത് ഞങ്ങൾ മടുത്തുപോയി. ഞങ്ങൾ ഇതായി ഇന്നിപ്പോ കുട്ടി, അതായത് ഇന്നിപ്പോ ഇത്രയും ഞങ്ങൾ ഇതായതോ കാരണം എന്ന് വെച്ചാൽ ഇത് പിഞ്ചു കുട്ടികളാണ്. നേരെ മറിച്ചത് കുറച്ച് വയസ്സായ ആൾക്കാരുടെ ഇത്ര ചർച്ച ഉണ്ടാവുമായിരിക്കില്ല. ചിലപ്പോൾ അവർ വിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ന് സ്കൂൾ കുട്ടികളും സ്റ്റുഡൻ്റ് ആയത് കാരണം ഇങ്ങനെ ഒരു വിഷയമായത്. ഇത് ഇല്ലെങ്കിൽ ഇത് മൂടിയിട്ടുണ്ടാവും. ഇവര് ആരൊന്നും ഒരാൾക്കാർ പേരൊന്നും പറയാൻ പറ്റില്ല. ഇതായിട്ടുണ്ടാവും ഇവര്. ഇതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഒന്നില്ലേ റോഡ് പഴയമാതിരി മതി. 10 കൊല്ലം മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നത് ആ റോഡ് മതി ഞങ്ങൾക്ക്. അന്നും ഇതേമാതിരി വണ്ടികളും വാഹനവും റോഡ് എല്ലാ വണ്ടിയും പോയായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചിട്ടില്ല. അന്ന് ആരും മരിച്ചിട്ടില്ല. ഇതിന്റെ അടിയിൽ എന്താണ് റോഡ് നന്നാവണോണ്ടാണ് സ്പീഡ് വരുന്നത്. റോഡ് നല്ല സ്പീഡ് എടുക്കൂലല്ലോ, അപ്പൊ അപകടങ്ങളും ഉണ്ടാവില്ലല്ലോ. അത് മതി. ഞങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റി തോന്നുന്നത് അതാണ്. പഴയ റോഡ് ഞങ്ങൾ ഇത് കുത്തി പൊളിച്ചിടാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾ ഒന്നിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങൾ തയ്യാറായി നിൽക്കുക. ഞങ്ങൾക്കൊരു സമാധാനത്തിൽ ജീവിക്കുന്ന ഇവിടെ എത്രയാണ് വലിയൊരു സ്കൂളാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ നടന്ന പോലെ അപകടം ഇനിയും സംഭവിക്കും. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് ഇനിയും ഇവിടെ സംഭവിക്കും. ഇതിലും വലുത് സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇവർ ചർച്ച ചെയ്ത് പഠിച്ച് റോഡിനെ പറ്റി ഇവര് കളക്ടർ റോഡിനെ പറ്റി പഠിച്ച് വാഹനങ്ങളെ പറ്റി എല്ലാം പഠിച്ചു തുടങ്ങി ആക്സിഡന്റ് അടുത്ത് സംഭവിക്കും. അടുത്ത് 3 ആൾക്കാർ ഇനിയും മരിക്കും. അത് ആരെയൊന്നും പറയാൻ പറ്റില്ല. ഇനിയും മരിക്കും ആൾക്കാര്. ഇവര് പഠിക്കുമ്പോഴേക്കും ആൾക്കാർ ഇനിയും മരിച്ചു വീഴും. ഇവര് പഠിച്ചു തുടങ്ങി ആൾക്കാർ മരിച്ചു വീഴും. അപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുള്ളൂ ഇവര്. ഇവരിഞ്ഞും പഠിക്കില്ല. വർഷം 3 കഴിഞ്ഞു, ഇനിയും പഠിച്ചിട്ടില്ല ഇവര് ആരും. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്ന വളരെ ന്യായമായ കാര്യം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ റോഡ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ റോഡിന്റെ അപാകതകൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നത്.